ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمدا صلى الله عليه وسلم الذي أرسله إلى الناس كافة بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم ألهمني رشدي وأعذني من شر نفسي اللهم ألهمني رشدي وأعذني من شر نفسي ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون وقال نبينا وحبيبنا محمد صلى الله عليه وسلم لا يؤمن أحدكم حتى يكون هواه تبعا لما جئت به أو كما قال عليه الصلاة والسلام അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിശുദ്ധൽ ഖബൂലേക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തിന്മകളെ നന്മകളാക്കാൻ ഈ മജ്‌ലിസിനെ അല്ലാഹു കാരണമാക്കുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം അല്ലാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തത്തിലുമായി ജീവിച്ച് അവൻ്റെ മുത്തഖീങ്ങളായ അടിമകളിൽ ഉൾപ്പെട്ട് അവൻ ഇഷ്ടപ്പെടുന്ന സമയം അവൻ ഇഷ്ടപ്പെട്ട അമലിലായി അവനിലേക്ക് മടങ്ങിപ്പോകുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഇസ്ലാം ഒരു മനുഷ്യനുമായി ബന്ധപ്പെടുന്ന സർവമേഖലകളെയും സ്പർശിക്കുന്ന മതമാണ് ഇസ്ലാം. ഇസ്ലാം നമുക്കൊന്നും പറഞ്ഞു തരാതെ വിട്ടുപോയിട്ടില്ല. എല്ലാ കാര്യങ്ങളിലും ഇസ്ലാമിൻ്റെതായ വീക്ഷണങ്ങളും ഇസ്ലാമിൻ്റെതായ കൽപ്പനകളും അതിൻ്റെ രീതികളും എല്ലാം അല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ആ വിഷയത്തിൽ മാതൃകയാക്കാനാണ് അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നത്. പരിശുദ്ധമായ ഇസ്ലാമിൽ വസ്ത്രധാരണയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുകൾ. ഇന്ന് വസ്ത്രധാരണയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പലരുടെയും മനസ്സുകളിൽ രണ്ട് തെറ്റായ ധാരണകളാണുള്ളത്. ഒന്നാമത്തെ തെറ്റായ ധാരണയെന്ന് മാത്രമല്ല, അത് തെളിവായിട്ട് പലപ്പോഴും പലരും ഉദ്ധരിക്കാറുമുണ്ട്. അതിലൊന്നാമതായി പറയുന്ന ന്യായീകരണം, ഓരോ നാട്ടുനടപ്പനുസരിച്ചാണ് വസ്ത്രധാരണം. അതിൽ പ്രത്യേകമായിട്ട് ഒരു കൽപ്പനയോ ഏതെങ്കിലും ഒരു രീതിയോ നമ്മൾ പിൻപറ്റേണ്ടതില്ല. ഇതാണ് ഒന്നാമത്തെ തെറ്റായ ധാരണ, ഒന്നാമത്തെ ന്യായീകരണമെന്ന് പറയുന്നു. രണ്ടാമത്തെ ന്യായീകരണമെന്ന് പറയുന്നത്, ഹൃദയം നന്നായാൽ മതി, പുറം എന്തായാലും കുഴപ്പമില്ല എന്നതാണ്. അല്ലേ? ഈ രണ്ട് ന്യായീകരണങ്ങളാണ് നമ്മുടെ നാടുകളിലൊക്കെ വസ്ത്രധാരണയും ഇസ്ലാമും എന്ന ചർച്ച വരുമ്പോൾ ന്യായീകരണ തൊഴിലാളികൾ പറയുന്ന രണ്ട് ന്യായീകരണം. എന്നാൽ ഇവർ രണ്ടുപേരോടും ഈ രണ്ട് ന്യായീകരണങ്ങൾക്ക് കൃത്യമായ മറുപടി ഇസ്ലാമിലുണ്ട്. കാരണം വസ്ത്രധാരണ എന്നതിനെ കുറിച്ച് ഇസ്ലാം ചർച്ച ചെയ്യുമ്പോൾ സൂറത്തുൽ അഅറാഫ് അതിന്റെ 3-ാമത്തെ പേജ് എടുക്കണം. എന്നിട്ട് അത് നമ്മളിങ്ങനെ വായിക്കണം. അത് അർത്ഥം വെച്ചാൽ മനസ്സിലാവൂല. അതിന്റെ വിശദീകരണങ്ങളിലേക്ക് നമ്മൾ പോകണം. അപ്പൊ നമുക്ക് മനസ്സിലാകും നാം കഴുതപ്പുറത്താണോ കുതിരപ്പുറത്താണോ.
അഫറസുൻ തഹ്ത റിജ്ലിക അം ഹിമാറു, നീ സഞ്ചരിക്കുന്നത് കഴുതപ്പുറത്താണോ കുതിരപ്പുറത്താണെന്ന് മനസ്സിലാകുന്നത് ഹക്കായ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ഖുർആൻ പറയാൻ, യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീശാ വലിബാസുത് തഖ്വാ ദാലിക ഖൈർ ذلك من آيات الله لعلهم يذكرون. يا بني آدم آدم സന്തതികളെ قد أنزلنا عليكم لباسا, നിങ്ങൾക്ക് നാം വസ്ത്രം ഇറക്കി തന്നു. വസ്ത്രം ഇറക്കി തന്നവൻ ഞാനാണ് കേട്ടോ, ആ ബോധമുണ്ടാകണേ. قد أنزلنا عليكم لباسا, വസ്ത്രം നിനക്ക് കൊണ്ടുതന്നത് യൂറോപ്പിന്റെ കൾച്ചറല്ല, യൂറോപ്പല്ല. പലരുടെ ധാരണ എങ്ങനെയാണ്? ഖുർആൻ പറയാ വസ്ത്രം ഇറക്കി തന്ന ഞാനാണ്, ഞാൻ പറയുന്ന പോലെ ധരിച്ചോണം. അല്ല, യൂറോപ്പല്ല നിനക്ക് വസ്ത്രം കണ്ടുപിടിച്ചു തന്നത്, അങ്ങനെയൊക്കെയാണല്ലോ പറയുക. വസ്ത്രമില്ലാതെ നടന്നവരെ സാംസ്കാരികമായി ഉയർത്തിക്കൊണ്ടുവന്ന യൂറോപ്പ് സംസ്കാരത്തിന്റെ എന്നൊക്കെ പറഞ്ഞ അങ്ങോട്ട് തകർക്കുക. ഉള്ള വസ്ത്രം അഴിപ്പിച്ചവന്മാരാണ് അവന്മാർ. യുവാനി സൗആതികും വരീശാ, ഖുർആൻ പറയാ വസ്ത്രം മറക്കി തന്നത് എന്തിനാണെന്നറിയോ? നിങ്ങളുടെ ഔറത്തുകൾ മറയ്ക്കാൻ വേണ്ടിയാണ്. ഒന്നാമതായി വസ്ത്രം മറക്കി തന്ന ഉദ്ദേശം അല്ലാഹു പറയുന്നത് നിങ്ങളുടെ ഔറത്ത് മറയ്ക്കാനാണ്. ഇനി ഔറത്ത് എന്താന്ന് പഠിച്ചിട്ടുണ്ടോ? ചെറുപ്പത്തിൽ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടോ? എല്ലാരും പഠിച്ചിട്ടുണ്ട്, മറന്നുപോയതാ. മുട്ടുപൊക്കിന്റെ ഇടയിലുള്ളതാണോ മുട്ടുപൊക്കിൾ അടക്കമുള്ളതാണോ ഔറത്ത്? അഭിപ്രായം സമീർ ഭായി? മുട്ടുപൊക്കിള് ഉൾപ്പെടെയുള്ള ഭാഗമാണ് ഒരു പുരുഷന്റെ ഔറത്ത്. ഒരു പുരുഷന്റെ ഔറത്ത് മുട്ടും പൊക്കിളും അടക്കമുള്ള സ്ഥലമാണ്. ആ സ്ഥലം മറയ്ക്കൽ എല്ലാ സമയത്തും നിർബന്ധമാണ്. അതാണ് വസ്ത്രത്തിന്റെ ഒന്നാമത്തെ ഉദ്ദേശം. യുവാരി സൗആതികും, നിങ്ങളുടെ ഔറത്തുകൾ മറയ്ക്കണം. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഔറത്ത് എന്താണ്? ചെറുപ്പത്തിൽ മദ്രസയെ പഠിച്ചിട്ടുണ്ട്. ഏതാ ഔറത്ത്? മുഖവും മുൻകൈയും ഒഴികെയുള്ള എല്ലാ ഭാഗം ഔറത്താണ്. മറക്കില്ലോ, മുഖവും മുൻകൈയും ഒഴികെയുള്ള എല്ലാ ഭാഗം ഔറത്താണ്. വസ്ത്രം ഇറക്കി തന്നത് ഔറത്ത് മറയ്ക്കാനാണ്. യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീശാ, വസ്ത്രം നാം നിങ്ങൾക്ക് ഇറക്കി തന്ന നിങ്ങളുടെ ഔറത്ത് മറയ്ക്കാനാണ്. ഔറത്ത് മറയുന്നുണ്ടോ എന്ന് ആദ്യം ഒന്ന് പഠിക്കണം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ വസ്ത്രധാരണ നമ്മുടെ ഔറത്ത് മറയ്ക്കുന്നതാണോ അല്ലേ? ഈ ഔറത്ത് മറയുക എന്ന് പറഞ്ഞാൽ മുട്ടുപൊക്കലിനിടയിൽ മറയുക, മുട്ടുപൊക്കൽ ഉൾപ്പെടെ മറയുക എന്ന് മാത്രമല്ല. ഈ മറയ്ക്കുന്നത് തന്നെ നമ്മൾ 3 കാര്യം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം. അതിലൊന്നാമത്തേത്, നമ്മുടെ ഔറത്ത് പൂർണ്ണമായി മറയ്ക്കാൻ കഴിയുന്ന വസ്ത്രമായിരിക്കണം. 2, ഔറത്ത് മറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വെളിയിൽ നിഴലായി പുറത്ത് കാണാൻ പറ്റുന്ന വസ്ത്രമാകരുത്. 3, ഇടുങ്ങിയ വസ്ത്രം ധരിച്ചത് കൊണ്ട് ഔറത്തിന്റെ ഭാഗങ്ങൾ വെളിയിൽ തള്ളി നിൽക്കുന്ന അവസ്ഥയിലുള്ള വസ്ത്രമാണ് എങ്കിൽ അത് ഔറത്ത് മറഞ്ഞ വസ്ത്രമല്ല. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഔറത്ത് മറച്ചിട്ട് കാര്യമില്ല. ഔറത്ത് മറയണം എന്ന് പറയുമ്പോഴേക്ക് അത് തീരുന്നില്ല. എന്റെ മുട്ടും പൊക്കിളും മറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഭാഗങ്ങളിലൂടെ ഔറത്ത് പുറത്ത് തള്ളി നിൽക്കാൻ സാധ്യതയുള്ള, നിഴലടിച്ചാൽ പുറത്ത് കാണാൻ കഴിയുന്ന രൂപത്തിലുള്ളതാണെങ്കിൽ അവൻ ഒന്നാമത്തെ ഉദ്ദേശം പോലും പൂർത്തിയാക്കിയിട്ടില്ല. വസ്ത്രത്തിന്റെ ഒന്നാമത്തെ ഉദ്ദേശം യുവാരി സൗആതികും, നിങ്ങളുടെ ഔറത്ത് മറക്കലാണ്. ഇന്ന് ഈ വിഷയത്തിൽ വലിയ അശ്രദ്ധകൾ, നാടാകെ അശ്രദ്ധയാണ് ഈ വിഷയത്തിൽ. നിക്കറിടൽ സംസ്കാരം ആരംഭിച്ചിരിക്കുന്നു. അല്ലെ? എന്തിനാ? ഓടാൻ വേണ്ടിയാ ഉസ്താദെ.
ഓടാൻ വേണ്ടി. കുറച്ച് ജഹന്നമിൽ കിടന്ന് ഓടേണ്ടി വരും. ഇവിടെ നല്ലോണം ഓടിക്കോ. ഓടാൻ വേണ്ടി നിക്കറിട്ടവന്മാർ പരസ്യമായി നമ്മുടെ റോഡുകളിൽ, നമ്മുടെ നാടുകളിൽ. ഇതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല. ഇതൊക്കെ നിസ്സാരമായിട്ടാണോ കാണുന്നത്? നിന്റെ ഔറത്ത് മറക്കൽ നിനക്ക് ബാധ്യത എന്നതുപോലെ നിന്റെ ഔറത്ത് മറ്റൊരാൾ കാണുന്നതും തിന്മയാണ് എന്ന് മാത്രമല്ല, പലരുടെയും വിചാരം ഈ ഔറത്ത് സ്ത്രീയുടെ മുന്നിലാണ് ഔറത്തല്ല. നിന്റെ ഔറത്ത് പുരുഷന്റെ മുന്നിലും ഔറത്താണ്. നിന്റെ ഔറത്ത് ഒരു പുരുഷൻ കാണുന്നത് ഔറത്താണ്, പിന്നല്ലേ സ്ത്രീ കാണുന്നത്. സ്ത്രീയുടെ ഔറത്ത് സ്ത്രീ കാണൽ ഔറത്താണ്, തിന്മയാണ്, പിന്നല്ലേ ഒരു പുരുഷന്റെ മുന്നിൽ പ്രകടിപ്പിക്കുക. ഇത്ര ഗൗരവമായി ഇസ്ലാം പറഞ്ഞ കാര്യമാണ്. ഔറത്ത് വെളിവാക്കി നടക്കുന്നവനെ നബി ശപിച്ചിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഔറത്ത് വെളിയിൽ കാണിക്കുന്ന സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. നബി തങ്ങളുടെയും അല്ലാഹുവിന്റെയും ശാപമേറ്റുകൊണ്ട് ജീവിക്കുന്നവന്റെ ജീവിതത്തിൽ എന്ത് വറക്കത്തുണ്ടാവാനാണ്, അവൻ എന്ത് ഐശ്വര്യം ഉണ്ടാകാനാണ്. അതുകൊണ്ട് വസ്ത്രം അല്ലാഹു ഇറക്കി തന്നിരിക്കുന്നത് നിങ്ങളുടെ ഔറത്ത് മറക്കാനാണ്. ഒരു പുരുഷന്റെ ഔറത്ത് മുട്ടുപൊക്കിൾ മറയണം. ആ മുട്ടുപൊക്കിൾ കാണിച്ചുകൊണ്ട് അവൻ ഏത് എക്സസൈസ് നടത്തിയാലും, അവൻ ഏത് ഓട്ടം നടത്തിയാലും വല്ലാഹി അല്ലാഹുവിന്റെ കണക്കിൽ നീ പാപിയാൻ, വൻപാപിയാൻ. ഔറത്ത് മറക്കുന്നില്ല എന്ന കുറ്റവും മറ്റുള്ളവർ ഔറത്തെ കാണിച്ചതിന്റെ പേരിലുള്ള കുറ്റവും നീ ഏറ്റെടുക്കേണ്ടി വരും. പണ്ട് കാലഘട്ടങ്ങളിൽ മുണ്ട് പൊക്കി കൊടുക്കല, എന്താ പറയുന്നതിനൂടെ കട്ടുടുക്കുക, കാളം മടക്കുക. അത് മടക്കി ഒക്കെ നടക്കുന്ന ശീലമുണ്ടായിരുന്നു. ഇപ്പൊ കുറെയൊക്കെ അത് കുറഞ്ഞു. വീണ്ടും അത് വരാൻ പോവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിക്കറിലൂടെ പണ്ട് നിക്കറിട്ടത് ആരാ ഇവിടെ പറയണോ? ആരാ നിക്കറിട്ടോണ്ട് നടന്നത് ഇവിടെ? ആ കൂട്ടനെ പോലെ നിക്കറിടാനുള്ള ആൾക്കാർ ഇറങ്ങിയിരിക്കുന്നു. ഒരു ന്യായീകരണങ്ങൾക്ക് പറയാനില്ല. ഖുർആൻ പറയാൻ നിങ്ങൾക്ക് വസ്ത്രം മറയ്ക്കുന്ന ഔറത്ത് മറയ്ക്കാനാണ്. ആ ഔറത്ത് നിങ്ങൾ മറയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫർളും കബൂലല്ല അല്ലാഹുവിന്റെ അടുക്കൽ. നിങ്ങളുടെ ഒരു സുന്നത്തും കബൂലല്ല, നിങ്ങളുടെ ഒരു സദഖയും കബൂലല്ല, നിങ്ങളുടെ ഒരു നന്മയും അല്ലാഹു കബൂലാക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇസ്ലാം വസ്ത്രധാരണയിലെ ഒന്നാമത്തെ ഉദ്ദേശം പറഞ്ഞത് ഔറത്ത് മറയ്ക്കാനാണ്. രണ്ടാമത് ഇസ്ലാം പറഞ്ഞു വരീഷ, നിങ്ങൾക്ക് അലങ്കാരമായിട്ടാണ് നാം വസ്ത്രം ഇറക്കിയത്. അലങ്കാരത്തിന് വേണ്ടിയാണ്. അലങ്കാരത്തിന് വേണ്ടി വസ്ത്രം ഇറക്കി എന്നതിന് ഉലമാ വിശദീകരിച്ചു. ഒരു മനുഷ്യൻ അവന്റെ ഹൃദയത്തിന് ഇഷ്ടപ്പെടുന്ന, അവന്റെ ശരീരത്തിന് നല്ല രൂപത്തിൽ ഇണങ്ങുന്ന വസ്ത്രങ്ങൾ ഇത് ധരിക്കുന്നതിന് ഇസ്ലാം എതിരല്ല. ഇത് ധരിക്കാം, അനുവാദമുണ്ട്. എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. തങ്ങളുടെ വസ്ത്രത്തിന് 2000 ദീനാർ വിലയുള്ള വസ്ത്രങ്ങൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയായി ലഭിച്ചപ്പോൾ തങ്ങൾ ധരിച്ചിട്ടുണ്ട്. അതിന് തെളിവുണ്ട്. അലൈഹി ഹുല്ലത്തുൻ ഹംറാ അലൈഹി ജുബ്ബത്തുൻ യമാനിയ, യമനിൽ തയ്പ്പിച്ച ജുബ്ബ തങ്ങൾ ധരിച്ചു. യമനിൽ തയ്പ്പിച്ച നല്ല പുതപ്പ് തങ്ങൾ ധരിച്ചു. തങ്ങൾ നല്ല ചുവന്ന വരയുള്ള പുതപ്പ് തങ്ങൾ ധരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഹദീസിൽ കാണാം. ചുവന്ന വസ്ത്രം പൂർണ്ണമായിട്ട് ധരിക്കാൻ ഇസ്ലാമിൽ അനുവാദം നബി തങ്ങൾ നൽകിയിട്ടില്ല. ചുവന്ന വരയുള്ള ഒരു ഡ്രസ്സ് നബി തങ്ങൾ, പുതപ്പ് തങ്ങൾ ധരിച്ചിട്ടുണ്ട്. വസ്ത്രം അത് നല്ല വസ്ത്രം ധരിക്കുന്നതിന് ഇസ്ലാം എതിരല്ല. നല്ല വസ്ത്രം ധരിക്കാം, നല്ല വസ്ത്രം ധരിക്കണം. ഒരു സഹാബി അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ അദ്ദേഹം വളരെയധികം മോശമെന്ന് പറയാൻ കഴിയില്ല, വളരെ അയ്ബുകൾ, കുറവുകൾ നിറഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നബി തങ്ങൾ അടുത്ത് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിനക്ക് അല്ലാഹു സമ്പത്ത് നൽകിയിട്ടില്ലേ? നിനക്ക് അനുഗ്രഹങ്ങൾ നൽകിയിട്ടില്ലേ? ആ അനുഗ്രഹം നിന്നിൽ കാണാൻ അല്ലാഹു ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല വസ്ത്രം ധരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ അലങ്കാരത്തിന് വേണ്ടി വസ്ത്രം ധരിക്കാം എന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രം, ശരീരത്തിന് ഇണങ്ങുന്ന വസ്ത്രം ധരിക്കണം, ധരിക്കാൻ ഇസ്ലാം പ്രേരിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? എന്നാൽ അതിന്റെ കൂട്ടത്തിൽ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി,
കുൽ മാ ശിഅത വഅൽബിസ് മാ ശിഅത ഇദാ ലം അഖ്തഅക അൽ മഖീലതു വസ്സറഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, നീ നിനക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കഴിക്കാം, നിനക്ക് ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിക്കാം, പക്ഷെ രണ്ട് കാര്യങ്ങൾ അതിൽ വരരുത്. ഒന്ന്, അഹങ്കാരം വരരുത്. രണ്ട്, അധികം ചെലവ്, ഇസ്രാഫ് ഉണ്ടാകരുത്. അഹങ്കാരം നിനക്ക് മനസ്സിൽ തോന്നുന്ന വസ്ത്രം അത് നീ ധരിക്കാൻ പാടില്ല. നിന്റെ മനസ്സിൽ കിബറുണ്ടാകുന്ന വസ്ത്രം, മറ്റുള്ളവരുടെ മുന്നിൽ അവരെ ഇകഴ്ത്തി കാണാൻ, അവരെ ചെറുതായി കാണാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന വസ്ത്രധാരണ നീ നടത്തരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്ത്രം ധരിക്കാം, നല്ല വില കൂടിയ വസ്ത്രം ധരിക്കാം, ആർക്ക്? അതിന് കഴിയുന്നവർക്ക്. പക്ഷെ ഇസ്രാഫ്, അമിതമായ ചെലവിലേക്കോ അഹങ്കാരത്തിലേക്കോ പോകാൻ പാടുള്ളതല്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് വസ്ത്രധാരണയുടെ രണ്ടാമത്തെ രൂപം വരീഷൻ, അലങ്കാരമാണ്. മൂന്നാമതായി വസ്ത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, വസ്ത്രം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആ വസ്ത്രം ജൂത നസാറാക്കളോട് യോജിച്ചതാകരുത്, ആ വസ്ത്രം മുശ്രിക്കുകളോട് യോജിച്ചതാകരുത്, ആ വസ്ത്രം കുഫാറുകളോട് യോജിച്ചതാകരുത്. അവരുമായി സാമീപ്യമുണ്ടാകുന്ന വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അവിടെയാണ് പലപ്പോഴും നമുക്കൊരു സംശയം ഉണ്ടാവും. ജൂത നസ്വാറാക്കളുടെ വസ്ത്രമൊന്നും പ്രത്യേക വസ്ത്രമില്ല, എല്ലാം ഓരോരോ നാട്ടു നടപ്പനുസരിച്ചുള്ള വസ്ത്രമാണുള്ളത് എന്നൊരു ന്യായീകരണം പറഞ്ഞുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും സാലിഹീങ്ങളും ലോകത്ത് ധരിച്ചുകൊണ്ടിരുന്ന വസ്ത്രങ്ങൾ ഒഴിവാക്കാൻ ഈ ന്യായീകരണം പറയുന്നത് തികച്ചും ഇസ്ലാമിക വിരുദ്ധമാണ്. ഒരാള് സുന്നത്തായ വേഷം ധരിക്കുന്നില്ല എന്നത് അല്ലാഹും അവനും തമ്മിലുള്ള പ്രശ്നമാണ്. പക്ഷേ സുന്നത്തായ വേഷം ഒഴിവാക്കാൻ, ജൂത നസ്രാനികൾ ലോകത്തെ വ്യാപകമാക്കിയ വേഷങ്ങൾ ധരിക്കാൻ ഈ ന്യായീകരണം പറയുന്നവൻ, അവൻ ഏത് മുസ്ലിം തറവാട്ടിൽ ജനിച്ചവനാണെങ്കിലും അള്ളാഹുവിന്റെ മുന്നിൽ അവൻ ഇസ്ലാമിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധ്യമല്ല. കാരണം ഇസ്ലാമിന്റെ കടക്കൽ കത്തിവെക്കുന്നവനാണ്, അവൻ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കുന്നവനാണ്. വസ്ത്രധാരണയിൽ ഇത്ര ശക്തമായ തീരുമാനം ഇസ്ലാമിലുണ്ടോ എന്ന ചോദ്യമുണ്ടോ? എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാലിഫിൽ യഹൂദ വൻ നസാറ, ജൂത നസാറാക്കളോട് നിങ്ങൾ എതിരാവണം, ജൂത നസാറാക്കളോട് നിങ്ങൾ എതിരാവണം. എങ്ങനെ എതിരാകേണ്ടത്? നാം എതിരാകുന്ന പോലെയല്ല. നമ്മള് റോഡിൽ കിടന്ന് സിന്ദാബ് വിളിക്കാൻ നമ്മൾ റെഡിയാണ്, നമ്മുടെ പ്രൊഡക്റ്റുകൾ ഒഴിവാക്കാൻ റെഡിയാണ്. ഇത് ജൂതന്റെ പ്രൊഡക്റ്റാണ്, വേണ്ട എന്ന് പറയാൻ നമ്മൾ റെഡിയാണ്. അത് ചെറുതായി ഞാൻ കാണുന്നില്ല, നല്ല കാര്യം തന്നെയാണ്. ജൂതന്റെ പ്രൊഡക്റ്റ് ഒഴിവാക്കാൻ ഉമ്മത്ത് റെഡിയാണ്. പക്ഷെ ജൂതന്റെ കല്യാണം ഒഴിവാക്കാൻ ഉമ്മത്ത് റെഡിയായോ? ജൂതന്റെ വസ്ത്രധാരണ ഒഴിവാക്കാൻ ഉമ്മത്ത് റെഡിയായോ? നസ്രാണിയുടെ വസ്ത്രം ഒഴിവാക്കാൻ ഉമ്മത്ത് റെഡിയായോ? ഇല്ല, അതിന് സാധ്യമല്ല. അതിന് ന്യായീകരണം പറയാൻ, ജൂതന്റെ കല്യാണം ഇനിയും നടത്തും, ജൂതന്റെ നസ്രാണിയുടെ കല്യാണം ഇനിയും നടത്തും എന്ന് മാത്രമല്ല, അവരുടെ ആഘോഷങ്ങളെ ആർഭാടത്തോടു കൂടി ആഘോഷിക്കും. ഇതാണ് ഈ ഉമ്മത്തിന്റെ തീരുമാനം. ആഘോഷം കഴിഞ്ഞില്ലേ, ഇനി ആഘോഷിക്കണോ? ആലോചിച്ചു നോക്ക് പ്രിയമുള്ളവരെ. ജൂത നസ്രാക്കളെതിരാകണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. അതിനെതിരാകേണ്ട അർത്ഥം റോഡിൽ കിടന്ന് സിന്ദാബ് വിളിക്കലല്ല. മെഹ്റാബിൽ ദുആ, അല്ലാഹുവേ ജൂതനെ നശിപ്പിക്കണം, സാണിയെ നശിപ്പിക്കണം, അവരങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം. ദുആ എവിടെ ഫലിക്കാൻ? നിന്റെ ജീവിതത്തിൽ അവന്റെ സംസ്കാരം ഒഴിവാക്കിയിട്ടില്ല, നിന്റെ കല്യാണത്തിൽ അവന്റെ സംസ്കാരം ഒഴിവാക്കിയിട്ടില്ല. നിന്റെ കല്യാണങ്ങൾ എങ്ങനെ പൊടിപൊടിക്കണം, അതിനുള്ള കൺവെൻഷൻ സെന്ററുകൾ ഓരോ ദിവസവും ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കാൻ, നിന്റെ കല്യാണം മലീമസമാക്കാൻ, നിന്റെ കല്യാണം ജൂതന്റേതാക്കാൻ അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കാൻ, അതിന് ഓരോ ദിവസം പുതിയ ബ്ലോഗർമാർ ഇറങ്ങിക്കാൻ, അവര് കാണിക്കുന്ന രൂപത്തിൽ നടത്താൻ മത്സരം നടന്നുകൊണ്ടിരിക്കാൻ. എന്നിട്ട് ഭയങ്കര ദുആ, അല്ലാഹ് നമ്മളെ സഹായിക്കണേ അല്ലാഹ്. എവിടെ ദുആ? നമ്മുടെ തലയ്ക്ക് മീതെ ഇറന്ന പുറത്തു വരട്ടെ. നമ്മൾ എല്ലാ നിസ്കാരങ്ങളിലും ഫാത്തിഹയിൽ ഓതുകയാണ്, ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ജൂതന്റെ വഴി വേണ്ട റബ്ബേ, സാറാടെ വഴി വേണ്ട റബ്ബേ. ഇത് ദുആ ചെയ്താൽ മതിയോ? ഇത് അല്ലാഹുവോട് പറഞ്ഞാൽ മതിയോ?
ഈ വേഷവിധാനം ആരെ പോലെ ആകണം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ ആകണം, സഹാബാക്കളെ പോലെ ആകണം. നബി തങ്ങളെ ഈ സഹാബാക്കളെ തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലായിരുന്നു അവരുടെ വേഷവിധാനം. അതുകൊണ്ട് ഒരു അപരിചിതൻ വന്ന് ചോദിക്കും, മൻ മിൻകുൻ മുഹമ്മദ്, നിങ്ങളിൽ ആരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? തിരിച്ചറിയില്ല. എല്ലാവരും ഒരേപോലെ. നമ്മളെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ പേര് കൊണ്ട് മാത്രമേ തിരിച്ചറിയൂ. നമ്മുടെ ഐഡന്റി കാർഡ് നോക്കിയാലേ തിരിച്ചറിയൂ. അല്ല, നമ്മളെ തിരിച്ചറിയില്ലല്ലോ. നമ്മൾ കണ്ടാൽ പറയണം ഇത് മുഹമ്മദിന്റെ ആളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബാക്കൾ അങ്ങനെ നബി തങ്ങളെ പിൻപറ്റി, അങ്ങനെയാ തങ്ങളെ സ്നേഹിച്ചത്. അവര് കാലത്തിന്റെ പേര് പറഞ്ഞു, രാജ്യത്തിന്റെ പേര് പറഞ്ഞു, ഞങ്ങളുടെ പ്രകൃതം ഇങ്ങനെയാണെന്ന് പറഞ്ഞു അവരൊരിക്കലും നബി തങ്ങളുടെ സുന്നത്തിന് പിന്മാറിയില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹുദൈബിയ സന്ധിയുടെ സമയം അദ്ദേഹം മക്കയിലേക്ക് നബി തങ്ങൾ അയച്ചു മുശ്രിക്കുകളോട് സംസാരിക്കാൻ. മുശ്രിക്കുകൾ പറഞ്ഞു, ഉസ്മാനെ, നീ നമ്മുടെ അടുത്ത് നല്ല മനുഷ്യനാണ്, അതുകൊണ്ട് നിനക്ക് ഞങ്ങൾ തവാഫ് ചെയ്യാൻ അനുവാദം തരാം, നീ ഉംറ ചെയ്തോ. ഉസ്മാൻ, എന്റെ ഹബീബ് ഇവിടെ വരാതെ ഞാൻ ഉംറ ചെയ്യുക സാധ്യമല്ല. അവര് പറഞ്ഞു, ഉസ്മാൻ, നീ ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ല മനുഷ്യനായിരുന്നല്ലോ, എന്താ നിന്റെ വസ്ത്രം കണങ്കാലിന് മീതെയാണല്ലോ നിന്റെ വസ്ത്രം, ഇത് ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവർ അങ്ങനെയല്ലോ ധരിക്കുന്നത്. ആ സമയത്ത് ഉസ്മാൻ പറഞ്ഞ മറുപടിയുണ്ട്, ഇതാണ് എന്റെ നബിയുടെ വസ്ത്രധാരണയുടെ രീതി, ഈ രീതിയാണ് ഞാൻ പിൻപറ്റുക. ഇത് സഹാബാക്കൾ പിൻപറ്റി, താബിഈങ്ങൾ പിൻപറ്റി, ഔലിയാക്കൾ പിൻപറ്റി, സലഫുസ് സാലിഹീങ്ങൾ പിൻപറ്റി. വർത്തമാന കാലഘട്ടത്തിലെ ചിലർ ഇറങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെയൊന്നും പിൻപറ്റേണ്ടതില്ല, ഇങ്ങനെയൊന്നും പിൻപറ്റേണ്ടതില്ല. പുതിയ ന്യായീകരണമായി ഇറങ്ങിയിരിക്കാൻ. അല്ലാഹു, നിങ്ങൾ ഈ ഉമ്മത്തിനെ വഴിപിഴപ്പിക്കുന്നതിനെ തെറ്റെടുത്തോ? ഈ ഉമ്മത്തിനെ സ്വന്തമായി വഴികെടുകയും ഈ ഉമ്മത്തിനെ വഴികെടുത്തുകയും ചെയ്യുന്നവരായി ഒരിക്കലും മാറരുത്. ഫത്വകൾ കൊടുത്തുകൊണ്ടിരിക്കാൻ, സ്വന്തം വഴികെടാൻ, മറ്റുള്ളവർ വഴികെടുത്താൻ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രധാരണയിലേക്ക് ഉമ്മത്ത് മാറണം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഉത്തമ മാതൃകയുണ്ടെന്ന് ഖുർആൻ. നബി തങ്ങളിൽ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ വസ്ത്രത്തിൽ, തങ്ങളുടെ ഉറക്കത്തിൽ, തങ്ങളുടെ കുടിയിരിക്കലിൽ, തങ്ങളുടെ കല്യാണങ്ങളിൽ ഇതെല്ലാം മാതൃകയാണ്. അല്ല, നമുക്ക് ഇഷ്ടപ്പെടുന്നതിൽ മാത്രം നബി തങ്ങളെ പിൻപറ്റുക, അല്ലാത്തതിൽ നബി തങ്ങളെ വേണ്ട. ഇത് നിഫാഖാൻ, കപടതയാണ്. ഇതൊരു മുസ്ലിമിന്റെ രീതിയല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ അർത്ഥത്തിലും പിൻപറ്റണം, എല്ലാ അർത്ഥത്തിലും നബി തങ്ങളെ പിൻപറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്ത്രധാരണയെ കുറിച്ച് സഹാബാക്കൾ പറയാൻ, തങ്ങളുടെ കമീസിന്റെ കൈ, അത് ഈ കൈക്കുഴവരി ഉണ്ടായിരുന്നു. ഈ കുഴവരിയാണ് തങ്ങളുടെ കമീസിന്റെ കൈയുടെ നീളം. തങ്ങളുടെ കമീസിന്റെ നീളത്തെ കുറിച്ച് പറയാൻ, തങ്ങളുടെ കണങ്കാലിന് മേലെയും അതേപോലെ തങ്ങളുടെ മുട്ടിന് താഴെയും ആ ഭാഗമായി നിൽക്കുന്ന തണ്ടങ്കാല് വരെ നബി തങ്ങളുടെ കമീസ് ഉണ്ടായിരുന്നു എന്ന് സഹാബാക്കൾ വിവരിക്കാൻ. നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇന്ന ഹബ്ബത്ത് സിയാബി ഇലയ്യ അൽ ഖമീസ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം ഖമീസ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ഒരിക്കൽ ജന്നത്തുൽ ബഖീന്റെ അടുത്തിരിക്കാൻ, ആ സമയത്ത് ശക്തമായ കാറ്റടിക്കുന്നുണ്ട്. ഒരു കുതിരപ്പുറത്ത് വന്ന സ്ത്രീ മറഞ്ഞു വീണു. തങ്ങൾ പെട്ടെന്ന് മുഖം തിരിച്ചു. തങ്ങളോട് പറയപ്പെട്ടു, അവർ പൈജാമ ധരിച്ചത് കൊണ്ട് അവരുടെ ഔറത്തുകൾ വെളിവായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മത്തിനോട് നിങ്ങൾ പൈജാമകൾ ധരിക്കിൻ, അത് ഔറത്ത് മറയാൻ ഏറ്റവും എളുപ്പമുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പൈജാമ വാങ്ങി വെച്ചിരുന്നു, തങ്ങൾക്ക് ധരിക്കാൻ അവസരമുണ്ടായില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന ഹദീസ്. നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നമുക്ക് നബിയോട് എന്ത് ബന്ധമാണുള്ളത്? പിന്നെ നബിയോട് എന്ത് സ്നേഹമാണ് നമുക്കുള്ളത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വസ്ത്രധാരണയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റാൻ നമ്മൾ നിർബന്ധിതരാണ്. അതിൽ നമ്മൾ പിന്നിലേക്ക് പോയിട്ട് കാര്യമില്ല, അതിനൊരു ന്യായീകരണം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഹബീബിനെ പിൻപറ്റണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനെ മുഴുവനായി പിൻപറ്റണം, ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി. ഹബീബ് എന്തിട്ടോ അതിടണം. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു സ്പിരിറ്റായി മാറണം.
നമ്മൾ പലരെയും പിൻപറ്റുന്നില്ലേ? അത് നമുക്ക് സ്പിരിറ്റ് അല്ലേ അവരോട്? പക്ഷെ ഹബീബിനോടുള്ള മുഹബ്ബത്തിൽ എന്തിന് കലർപ്പ്? ഹബീബിനോടുള്ള സ്നേഹത്തിൽ എന്തിന് കപടത? അതുകൊണ്ട് ഹബീബിനെ പിൻപറ്റണമെങ്കിൽ പൂർണ്ണാർത്ഥത്തിൽ പിൻപറ്റുക. ആ പിൻപറ്റലെ അള്ളാഹ് അംഗീകരിക്കുന്ന പ്രശ്നമുള്ളൂ. പുരുഷന്മാരെ സംബന്ധിച്ച് ഈ രൂപത്തിലാണെങ്കിൽ സ്ത്രീകളുടെ വിഷയമല്ലാതെ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവസാന കാലഘട്ടത്തിലെ സ്ത്രീകൾ ഉണ്ടാകും. ലം അറഹുമ, എനിക്കവരെ കാണണ്ട, ഞാൻ അവരെ കാണാതിരിക്കട്ടെ. നബി തങ്ങൾ പറയാൻ, എനിക്കവരെ കാണണ്ട, ഞാൻ അവരെ കാണാതിരിക്കട്ടെ. നിസാഉൻ, ചില പെണ്ണുങ്ങളാണ്. കാസിയാത്തുൻ, വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ആരിയാത്തുൻ, അവർ നഗ്നകളാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബവിയുടെ മിമ്പറിൽ ഇത് പറയുമ്പോൾ മസ്ജിദ് നബവിയുടെ പരിസരത്തോ മദീനക്കുള്ളിലോ ഇങ്ങനെ വസ്ത്രം ധരിച്ച് നടക്കുന്ന ഒരു പെണ്ണ് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ കാലത്ത് മസ്ജിദ് നബവിയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് നബി തങ്ങൾ പറയാൻ, കോട്ടക്കലങ്ങാടി എന്താകുമെന്ന്. 2025 തുടക്കത്തിൽ കോട്ടക്കലങ്ങാടി എന്താകും, ഈ മലബാർ എന്താകും, ഈ ലോകം എന്താകും? തങ്ങൾ പറഞ്ഞുതരാൻ, നിസാഉൻ, ചില പെണ്ണുങ്ങൾ ഉണ്ടാകും. കാസിയാത്തുൻ, വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ആരിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും നഗ്നകളാണ്. മഇലാത്തുൻ, അവര് സ്വന്തമായി ചാനും ചെരിഞ്ഞും നടക്കും. മുമീലാത്തുൻ, മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിപ്പിക്കും. റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മാഇല, അവരുടെ തലമുടി ഒട്ടകത്തിന്റെ കൂഞ്ഞ പോലെ കൊണ്ടയായി കെട്ടിവെച്ചിട്ടുണ്ടാകും. ലാ യദ്ഖുലുൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ കടക്കില്ല. വലാ യജിദുന റീഹഹ, സ്വർഗ്ഗത്തിന്റെ പരിമളം അവർ ആസ്വദിക്കില്ലെന്ന് റസൂലുള്ളാഹി. നിസ്കാരം ഉണ്ടാകും, വലിയ പ്രസംഗം ഉണ്ടാകും, സ്റ്റേജിൽ കയറി ഭയങ്കര ദീനിനു വേണ്ടി പ്രസംഗിക്കും, എല്ലാം ഉണ്ട്. പക്ഷേ ഹബീബ് പറഞ്ഞ വസ്ത്രധാരണയിലാണോ പെണ്ണെ എങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന, നിന്റെ ഇബാദത്ത് കൊണ്ട് സ്വർഗ്ഗമില്ല, നിന്റെ ഹജ്ജ് കൊണ്ട് സ്വർഗ്ഗമില്ല, നിന്റെ ഉംറ കൊണ്ട് സ്വർഗ്ഗമില്ല. ഉംറയ്ക്ക് വരാൻ നബി തങ്ങൾ നിരോധിച്ച വസ്ത്രം ധരിച്ചുകൊണ്ട് നിസാഉൻ, ഇങ്ങനത്തെ പെണ്ണുങ്ങൾ അവസാന കാലത്ത് വരുമെന്നത് നബി തങ്ങളുടെ ഹദീസാണെങ്കിൽ അതിലെന്റെ മോളുണ്ടാകരുത്, അതിലെന്റെ ഭാര്യ ഉണ്ടാകരുത്, അതിലെന്റെ സഹോദരി ഉണ്ടാകരുത്, അതിലെന്റെ ഉമ്മ ഉണ്ടാകരുത് എന്ന് തീരുമാനമെടുക്കണം ഞാൻ നിങ്ങളും. നമ്മളൊക്കെ വളരെ സൂക്ഷിച്ചു നടക്കാൻ. മക്കളെ വസ്ത്രധാരണ എന്താണ്? അടുത്ത ഹദീസ് കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ലഅന റസൂലുള്ളാഹ്, അല്ലാഹു റസൂൽ ശപിച്ചിരിക്കുന്നു, അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിൻ നിസാ, പുരുഷന്മാർ സ്ത്രീകളോട് സാദൃശ്യമായവരെ. ലഅന റസൂലുള്ളാഹ്, അല്ലാഹു റസൂൽ ശപിച്ചിരിക്കുന്നു, അൽ മുതശബ്ബിഹാതി മിനൻ നിസാഇ ബിർ റിജാൽ, സ്ത്രീകളിൽ പുരുഷന്മാരോട് സാദൃശ്യമായവരെ. സാദൃശ്യമായവരെ ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജെൻഡർ ന്യൂട്രാലിറ്റി അല്ലേ ഉസ്താദേ? അവന്റെ തലമണ്ട ജെൻഡർ ന്യൂട്രാലിറ്റി ആക്കണം, അവന്റെ ബുദ്ധി ജെൻഡർ ന്യൂട്രാലിറ്റി ആക്കണം. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന പുതിയ സംവിധാനം കൊണ്ടുവരാൻ, പുരുഷന് വേറെ വസ്ത്രം, സ്ത്രീക്ക് വേറെ വസ്ത്രം, ഇത് പ്രകൃതിദത്തമാണ്. ആ പ്രകൃതിയെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ വസ്ത്രധാരണ പുരുഷന്റേത് സ്ത്രീക്ക് മേൽ അടിച്ചേൽപ്പിച്ചിട്ട് അതാണ് ലോകത്തെ ഉയർച്ചയുടെ വഴിയെന്ന് പഠിപ്പിക്കുന്ന സംസ്കാരമില്ലാത്തവരെ പിൻപറ്റാൻ ഈ സമുദായം തുനിയരുത്. ഈ സമുദായത്തിനൊരു ഇസ്സത്തുണ്ട്, ഈ സമുദായത്തിനൊരു അന്തസ്സുണ്ട്. അത് വസ്ത്രധാരണയിലുമുണ്ട്, അത് സാംസ്കാരിക രംഗങ്ങളിലുമുണ്ട്, എല്ലാ കാര്യങ്ങളിലുമുണ്ട്. അത് കളഞ്ഞു പൊളിച്ച് ഏതെങ്കിലുമൊക്കെ പറഞ്ഞ പുരോഗമനവാദികളെന്ന് വിളിക്കപ്പെടുന്ന പുരോഗതിയില്ലാത്തവർ അവരുടെ പിന്നാലെ സമുദായം ഓടിയാൽ അല്ലാഹു കാക്കട്ടെ, ഈ സമുദായത്തിന്റെ ഇസ്സത്ത് അന്ന് എടുത്തു കളയും. ഈ സമുദായത്തിന്റെ ഇസ്സത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതിന്റെ കാരണം നമ്മൾ അന്വേഷിക്കാൻ, അതിന്റെ കാരണം എവിടെയാണ്? അതുകൊണ്ട് ഖുർആൻ പറയാൻ, നിങ്ങൾക്ക് വസ്ത്രം മറക്കി തന്നത് ഞാനാണ്, ഔറത്ത് മറക്കാനാണ്. സ്ത്രീയുടെ ഔറത്ത് മനസ്സിലായി, മുഖവും മുൻകൈ ഒഴികെയുള്ള ബാക്കി ഭാഗമെല്ലാം ഔറത്താണ്. ഈ ഔറത്ത് പോലും ഇന്ന് മറയുന്നില്ല, പിന്നല്ലേ സീനത്ത് മറക്കേണ്ടത്? ഔറത്ത് മറയണമെന്ന് ഖുർആൻ പറഞ്ഞു. അതേ ഖുർആൻ പറഞ്ഞു സ്ത്രീയുടെ സീനത്ത് പുറത്ത് കാട്ടരുത് എന്ന്. സ്ത്രീയുടെ ഔറത്ത് ഖുർആൻ പറഞ്ഞു, സ്ത്രീയുടെ സീനത്ത് ഖുർആൻ പറഞ്ഞു. അതിനർത്ഥം എന്താണ്? മുഖവും മുൻകൈയും സ്ത്രീയുടെ സീനത്താണ്, മുഖവും മുൻകൈയും ഒഴുകുന്ന സ്ത്രീയുടെ ഔറത്താണ്. ഇത് മറക്കാൻ പറഞ്ഞിരിക്കുക. മുഖവും മുൻകൈയും മറക്കുന്ന കാര്യം പറയുന്നത് തന്നെ ഇഷ്ടമല്ല. അത് പറഞ്ഞാൽ പറയുന്ന ആള് പിന്തിരിപ്പനാവും.
പിന്തിരിപ്പനായിക്കോ, നിങ്ങൾ എന്തു ആക്കിക്കോ. പക്ഷെ ഖുർആൻ പിന്തിരിപ്പിന്റേതാണെങ്കിൽ നിങ്ങൾ ഖുർആൻ വിട്. ഖുൽ ലിൽ മുഅ്മിനാതി യഗ്ദുദ്ന മിൻ അബ്സാരിഹിം വയഹ്ഫദ്ന ഫുറൂജഹുൻ വലാ യുബ്ദീന സീനതഹുൻ ഇല്ലാ മാ ളഹറ മിൻഹാ വയദ്രിബ്ന ബിഖുംരിഹിൻ അലാ ജുയൂബിഹിൻ. അവർ ഖിമാറുകൾ താഴ്ത്തിയിട്ടവരെ നെഞ്ചുകളിലേക്ക്, അവരുടെ ജിൽബാബുകൾ അവർ ധരിക്കട്ടെ. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ. എന്താ ഖുർആൻ പറഞ്ഞ ജിൽബാബ് എന്താണ്? ഖുർആൻ പറഞ്ഞ ഖിമാർ എന്താണ്? ഖുർആൻ പറഞ്ഞ ഓരോ കാര്യങ്ങൾ അതിന്റെ അർത്ഥത്തിൽ പഠിക്കണം. അതിന് തഫ്സീർ പറഞ്ഞ ഞാനല്ല, അതിന് തഫ്സീർ ആധുനിക പണ്ഡിതന്മാരല്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ജിൽബാബ് എന്ന് പറഞ്ഞാൽ സൗബുൻ യുഗത്തീന മിൻ റൂസിഹിന്ന ഇലാ അർജുലിഹിൻ. ഒരു പെണ്ണിന്റെ തല മുതൽ കാല് വരെ മറയുന്ന വസ്ത്രം. ഇല്ലാ ഐനൻ വാഹിദ, ഒരു കണ്ണൊഴിവാക്കാം അല്ലെങ്കിൽ രണ്ട് കണ്ണൊഴിവാക്കാം എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീർ നമ്മൾ മാറ്റിവെച്ചു. ആധുനികന്റെ മലീമസമായ മസ്തിഷ്കത്തിൽ ഉദിച്ചിട്ടുള്ള തഫ്സീറുകളാണ് നമുക്ക് ആവശ്യം. മുഖവും മുൻകൈയും സ്ത്രീയുടെ സൗന്ദര്യമാണ്. അത് മറച്ചുകൊണ്ടല്ലാതെ വെളിയിലേക്ക് ഇറങ്ങരുത്. അത് മറച്ചുകൊണ്ടല്ലാതെ വെളിയിലേക്ക് ഇറങ്ങരുത്. ഖുർആന്റെ കൽപ്പന വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. ഇത് ജാഹിലിയ്യത്തിന്റെ ഇറക്കമാണ്. മുഖവും മുൻകൈയും തുറന്നുള്ള ഇറക്കം ജാഹിലിയ്യത്തിന്റെ ഇറക്കമാണ്. അങ്ങനെ ഇറങ്ങുന്ന പെണ്ണുങ്ങളെ നബി തങ്ങൾ പറഞ്ഞു വഹിയ സാനിയ, അവൾ വ്യഭിചാരിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണ് അവൻ അത്തർ പൂശിക്കൊണ്ട് വെളിയിലിറങ്ങി, അത് ജനങ്ങൾ അതിന്റെ വാസന അടിക്കുമെന്ന് കരുതിയാൽ വഹിയ സാനിയ, അവൾ വ്യഭിചാരിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെല്ലാം ഖുർആൻ ഹദീസ് പറയാൻ. പക്ഷെ ഇതൊക്കെ പറഞ്ഞാൽ ആള് പിന്തിരിപ്പനാകും. ആയിക്കോട്ടെ, എനിക്ക് പ്രശ്നമല്ല. നിങ്ങൾ എത്ര പിന്തിരിപ്പെന്ന് വിളിക്കുന്നോ അത്രമേൽ സന്തോഷം. കാരണം ഇത് നബി തങ്ങളെ വിളിച്ചിട്ടുള്ളതാണ്. ഇത് സഹാബാക്കൾക്ക് കേട്ടിട്ടുള്ളതാണ്. ഇത് സലഫുസ് സാലിഹീങ്ങൾക്ക് കേട്ടിട്ടുള്ളതാണ്. ഇത് കേൾക്കാൻ സന്തോഷത്തോടെ ഞാൻ തയ്യാറാണ്. പക്ഷെ നാളെ പരലോകത്ത് പടച്ചവൻ എന്നെ പിടിച്ചു നിർത്തരുത്. നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നവരോട് ഈ സത്യം തുറന്നു പറയാൻ എന്താണ് നിങ്ങൾക്കുണ്ടായ പേടി? അവ ഞാൻ പറയാ, ഞാൻ ജനങ്ങളെ പേടിച്ചു, ആൾക്കാർ ജുമഅക്ക് വരൂല എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാഹ് എന്നെ പിടിക്കും. അതുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കിക്കോ. സ്വന്തം പെൺമക്കളെ വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞയക്കുമ്പോൾ ഈ വസ്ത്രധാരണങ്ങൾ ഒഴിവാക്കി പ്രായപൂർത്തിയായ പെൺകുട്ടിയെ പറഞ്ഞു വിടുന്ന വാപ്പമാരെ, നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ അവർ ചെയ്യുന്ന മുഴുവൻ തെറ്റിന് ആദ്യം നിങ്ങളെ പിടികൂടും അല്ലാഹ്. നിങ്ങളോട് അല്ലാഹ് പറഞ്ഞില്ല ഡോക്ടറാക്കൊന്നും ചോദിക്കൂല, എഞ്ചിനീയർ ആക്കിയൊന്നും ചോദിക്കൂല, നിന്റെ മോളെ എന്തുകൊണ്ട് ഐഎഎസ്കാരി ആക്കിയെന്ന് ചോദിക്കൂല. ഇന്ന് സമുദായത്തെ പറ്റിച്ചിരിക്കാൻ, സമുദായത്തിന് പുരോഗതി ഉണ്ടാകണമെങ്കിൽ പെൺവർഗമെല്ലാം അങ്ങ് പഠിക്കാൻ ഇറങ്ങണം എന്നാല് പറഞ്ഞു നമ്മളോട്. ഇറങ്ങിയതിന്റെ ദുരന്തം അനുഭവിച്ചില്ലേ? ഞാൻ നിങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? പെണ്ണും കല്യാണം നടത്താൻ ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് ഒന്നാമത്തെ സ്ഥാനം ഈ ഉമ്മത്തിന്റെ പെൺമക്കളാണ്. ഫ്രീ തിങ്കേഴ്സ്, ഞങ്ങൾ സ്വതന്ത്രരാണ്, ഞങ്ങൾ ആരും ഇടപെടരുത്. ഫെമിനിസ്റ്റുകൾ ഈ സമുദായത്തിന്റെ മക്കളാണ്. ഇതെല്ലാം ഉണ്ടായിട്ടും ഇനിയും വിദ്യാഭ്യാസം നമുക്ക് എന്തെങ്കിലും തരുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ടന്മാരാണ്. നമുക്ക് സംസ്കാരം തരാൻ ഈ ഖുർആനുണ്ട്, നമുക്ക് സംസ്കാരം തരാൻ ഈ ഹദീസുകളേ ഉള്ളൂ, നമുക്ക് സംസ്കാരം പഠിപ്പിക്കാൻ നബി തങ്ങളേ ഉള്ളൂ, നമുക്ക് സംസ്കാരം പഠിപ്പിക്കാൻ ആയിഷ ബീവിയുള്ളൂ, നമുക്ക് സംസ്കാരം പഠിപ്പിക്കാൻ ഫാത്തിമ ബീവിയുള്ളൂ, നമുക്ക് സംസ്കാരം പഠിപ്പിക്കാൻ ഖദീജ ബീവിയുള്ളൂ. അല്ലാതെ വർത്തമാന കാലഘട്ടത്തിലെ ഏതെങ്കിലും ഭൗതികൻ എനിക്കും നിങ്ങൾക്ക് സംസ്കാരം തരുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ മണ്ടത്തരമാണ്. ഇത് ബാലിശമായ ചിന്താഗതിയാണ്. അതുകൊണ്ട് ഭൗതികന്റെ സർവ്വജൽപ്പനങ്ങളെയും കാലത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് ഖുർആൻ മുറുകെ പിടിക്കാൻ, ഹദീസ് മുറുകെ പിടിക്കാൻ, ഇതിനെ നെഞ്ചോട് ചേർക്കാൻ, ഇത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ നിങ്ങൾ സന്നദ്ധരായില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതിന്റെ മേലെ വലിയ കെടുതികൾ അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ അനുഭവിക്കുന്നതിലേറെ, ഇപ്പൊ അനുഭവിക്കുന്നുണ്ട് കുറെ, അതിലേറെ അനുഭവിക്കേണ്ടി വരും. സമർക്കന്ത് ബുഖാറ മറക്കരുത്, സമർക്കന്തും ബുഖാറയും മറക്കരുത്. സമർക്കന്ത് ആരുടെ നാടാണ്? അബുൽ ലൈസ് സമർക്കന്തിയുടെ നാടാണ്. ബുഖാറ ആരുടെ നാടാണ്? ഇമാം ബുഖാരിയുടെ നാടാണ്. അവിടെ ദീനിന്റെ ചിഹ്നങ്ങൾ ബാക്കിയുണ്ടോ? ചരിത്രം പഠിക്കും. ഇമാം ബുഖാരി ഏതൊരു കിതാബ് ഏതൊരു മസ്ജിദിൽ എഴുതിയോ ആ മസ്ജിദ് നൈറ്റ് ക്ലബ്ബായി മാറി. അബുൽ ലൈസ് സമർക്കന്തി എവിടെയാണോ അദ്ദേഹത്തിന്റെ കിതാബുകൾ രചിച്ച് ഇബാദത്തുകൾ ചെയ്തത് അത് പബ്ബുകളായി മാറി. എങ്കിൽ ഈ സമുദായത്തിന്റെ പുതിയ തലമുറയെ ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ കാരണവന്മാരായി ഞാനും നിങ്ങളും പല ന്യായീകരണങ്ങൾ
പറഞ്ഞ് പിന്നിലേക്ക് പോയാൽ ഈ മസ്ജിദ് അടക്കം ഞാൻ പറയാൻ ഒരു മസ്ജിദ് നിസ്കരിക്കാൻ അടുത്ത തലമുറ ഉണ്ടാവില്ല, ഇത് പരിപാലിക്കാൻ ആരും ഉണ്ടാവില്ല. ഈ മസ്ജിദുകൾ കാലിയാകും, ഈ മദ്രസകൾ കാലിയാകും, ഈ അങ്ങാടിന് ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ ഒഴിവാക്കപ്പെടും. അവസാനം ഈ മസ്ജിദുകളിൽ അല്ലാഹ് കാക്കട്ടെ പലതും നടക്കുന്ന അവസ്ഥകൾ ഉണ്ടാകും. അതുകൊണ്ട് ഇത് ദുരന്തം. ഇസ്ലാമിക ചരിത്രം നിന്ന് പഠിക്കണം, ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് പഠിക്കണം. ഇമാം ബുഖാരി ജനിച്ച നാടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ദീനിന്റെ അളവിൽ അതിന്റെ തനതായ ശൈലിയിൽ ദീൻ നൽകപ്പെട്ടില്ലെങ്കിൽ തലമുറകൾ ദീനില്ലാതെയാകും. ഈ തലമുറകളെ ദീനിന്റെ എതിരാളികൾ നമുക്കെതിരെ ഉപയോഗിക്കും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ന്യായീകരണങ്ങൾ പറഞ്ഞ് പിന്നാലെ പോകണ്ട. എല്ലാ കാര്യങ്ങളിലും ഹബീബിന്റെ സുന്നത്തിലേക്ക് മടങ്ങും, സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിലേക്ക് മടങ്ങും. ഇതല്ലാതെ വേറെ രക്ഷയ്ക്ക് വഴിയില്ല. അതുകൊണ്ട് നമ്മുടെ വസ്ത്രധാരണത്തിൽ കുഫാറുകളോടുള്ള യോജിപ്പ്, നസറാക്കളോടുള്ള യോജിപ്പ്, ജൂതന്മാരോടുള്ള യോജിപ്പ് പാടില്ല. ഇത് വ്യക്തമാണ്. ഇനി ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വസ്ത്രധാരണയിൽ ഔറത്ത് മറക്കാൻ കഴിയാത്തെന്നറിയോ? അതിന്റെ കാരണം ഖുർആൻ പറയാ, യാ ബനി ആദം, ആദം സന്തതികളെ, ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ, ശൈത്താൻ നിങ്ങളെ ഫിത്നയിൽ അകപ്പെടുത്തരുത്. കമാ അഖ്റജ അബവൈകും, നിങ്ങളുടെ പിതാക്കന്മാരെ മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ വസ്ത്രത്തിൽ നിന്നും ശൈത്താൻ നിങ്ങളെ പുറത്താക്കരുത്. ഖുർആൻ പറയുക, കമാ അഖ്റജ അബവൈകും മിനൽ ജന്നതി യൻസിഉ അൻഹുമാ ലിബാസഹുമാ. ഹവ്വാ ബീവിനെ ആദം നബിയെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത് എന്തുകൊണ്ടാ? ഒരു ഹറാം, അല്ലാഹു കഴിക്കരുതെന്ന് പറഞ്ഞൊരു കനി കടിച്ചപ്പം അവരുടെ ആദ്യം പോയതെന്താ? വസ്ത്രം പോയി, ഉരിയപ്പെട്ടു. ഖുർആൻ പറയാൻ ഹദീസിൽ ഇതിന്റെ തഫ്സീറിൽ ഉലമാക്കൾ എഴുതുന്നുണ്ട്, ഈ ആയത്തിന്റെ തഫ്സീറിൽ ഹറാമായ ഭക്ഷണം ഈ ഉമ്മത്ത് കഴിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ഈ ഉമ്മത്തിന്റെ പുതിയ തലമുറ വസ്ത്രത്തിൽ നിന്നും ഔറത്തിൽ നിന്നും മറയാത്ത വസ്ത്രങ്ങൾ ഇപ്പോഴും ധരിച്ചുകൊണ്ടിരിക്കുന്നത്. ഔറത്ത് മറക്കാൻ സാധിക്കാത്തത് നമ്മുടെ സമ്പാദ്യ മാർഗങ്ങളിൽ ഹറാമ കലർന്നത് കൊണ്ടാണ്, നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ഹറാമായത് കൊണ്ടാണ്. അതുകൊണ്ട് ഖുർആൻ പറയാൻ, ആദം നബിയുടെ ഹവ്വാ ബിയുടെ വസ്ത്രം മൂലപ്പെട്ടത് ഒരു കനി കടിച്ചതിന്റെ പേരിലാണെങ്കിൽ ആയിരക്കണക്കിന് ഹറാമിന്റെ ഉരുള തിന്നത് പുതിയ തലമുറ എങ്ങനെ വസ്ത്രത്തിൽ ഒഴിവാകാതിരിക്കും? അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഖുർആൻ എന്ന് പറയാ, ശൈത്താൻ നിങ്ങളെ പിതാക്കന്മാരെ പറ്റിച്ചതുപോലെ, നിങ്ങളുടെ പൂർവീകരെ പറ്റിച്ചതുപോലെ നിങ്ങളെ പറ്റിക്കാതിരിക്കട്ടെ. ഒറ്റക്കായിരിക്കുന്ന സന്ദർഭത്തിൽ പോലും നിങ്ങളുടെ നഗ്നത നിങ്ങൾ വെളിവാക്കരുത്. ഖുർആൻ പറയാ, ആ സമയത്തും നിങ്ങൾ കാണാത്ത പലരും നിങ്ങളെ കാണുന്നുണ്ട്. ശൈത്താന്മാർ, ജിന്നുകളിൽപ്പെട്ടവർ നിങ്ങളെ കാണുന്നുണ്ട്. ഇന്നഹു യറാകും ഹുവ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും ഇന്നാ ജഅൽന അശ്ശയാതീന ഔലിയാ ലില്ലദീന ലാ യുമിനൂൻ. എന്നിട്ട് എന്താ പറയാ? ഇതൊക്കെ പറയുമ്പോൾ എന്താ പ്രശ്നം അറിയോ? വഇദാ ഫഅലൂ ഫാഹിഷതൻ, ഈ സർവ്വ വസ്ത്രധാരണയും തിന്മകളും പേക്കൂത്തുകളും ആഭാസത്തരങ്ങളും കാണിച്ചു കൂട്ടുന്നവർ, അവരോട് പോയിട്ട് പറയാൻ, ഇത് ഇസ്ലാമിന്റെ രീതിയല്ല, ഇത് നബിതങ്ങളുടെ രീതിയല്ല, ഇത് സഹാബാക്കളുടെ രീതിയല്ല, ഇത് സലഫുസ് സാലിഹീങ്ങളുടെ രീതിയല്ല. അപ്പൊ അവര് ന്യായീകരണം കേൾക്കണം. ഖാലൂ വജദ്നാ അലൈഹാ ആബാഅനാ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ ഈ വഴിയിലായിരുന്നല്ലോ, ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ലല്ലോ, ഞങ്ങളുടെ നേതാക്കന്മാർ ഇങ്ങനെയല്ലല്ലോ ചെയ്തത്, നിങ്ങൾ എന്തിനാ മൂലം ഇത്ര ബേജാറാകുന്നത്? ഞങ്ങളുടെ നേതാക്കന്മാർ ഇങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ലല്ലോ. വജദ്നാ അലൈഹാ ആബാഅനാ, ഞങ്ങളുടെ നേതാക്കന്മാർ ഇതിലൊന്നും വലിയ കാര്യമായി കാണുന്നില്ല, പിന്നെന്തിന് നിങ്ങൾ ഇത്ര ശക്തമായി പറയണം? ഖുർആൻ പറയാ, ഇത് ന്യായീകരണം ആരുടേതാണ്? ഇത് മുശ്രിക്കിന്റെ ന്യായീകരണമാണ്. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ വഴിയിലാണ് നമ്മളുള്ളത്. അല്ലാഹു പറയാ, അല്ലാഹു ഖുർആനിൽ ചോദിക്കുക നമ്മളോട്, വൈദാ ഫഅലു ഫാഹിഷതൻ ഖാലു വജദ്നാ അലൈഹാ ആബാഅനാ വല്ലാഹു അമറനാ ബിഹാ ഖുൽ ഇന്നല്ലാഹ ലാ യഅ്മുറു ബിൽ ഫഹ്ശാ. അല്ലാഹു ഒരിക്കൽ തിന്മ കൽപ്പിക്കില്ല കേട്ടോ. നബി അത് പറഞ്ഞു. വൃത്തികേട് അല്ലാഹു കൽപ്പിക്കില്ല. അല്ലാഹു പറഞ്ഞ സത്യസന്ധമായിരിക്കും, അല്ലാഹു പറഞ്ഞ സാംസ്കാരികമായ കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് നേതാക്കന്മാര് നാളെ വരുമെന്ന് ആരും കരുതണ്ട. ഖബറിൽ നേതാവ് ചെയ്തത് കൊണ്ട് ഞങ്ങൾ ചെയ്തു എന്ന് പറയുന്ന മുഴുവൻ ടീംസുകളോട് ഖുർആൻ പറയുന്നുണ്ട്, നാളെ പരലോകത്തിൽ നേതാക്കന്മാർ നിങ്ങളെ കൈയൊഴിയുന്ന രംഗമുണ്ട്. നേതാവ് ക്രിസ്മസ് ആഘോഷിച്ചു, അതുകൊണ്ട് ഞങ്ങൾ ആഘോഷിക്കും എന്ന് പറഞ്ഞവരെ നാളെ പരലോകത്ത് കാണാം. നേതാവ് ക്രിസ്മസ് കേക്ക് മുറിച്ചു, അതുകൊണ്ട് ഞങ്ങൾ മുറിക്കും, നാളെ പരലോകത്ത് കാണാം. നേതാവ് ക്രിസ്മസിന് ആശംസ പറഞ്ഞു, അവിടെ ഞങ്ങൾ പറയും നാളെ പരലോകത്ത് കാണാം. ഈ നേതാവ് പറയും
നമ്മൾ തമ്മിലൊരു ബന്ധമില്ല, നീ നരകത്തിലേക്ക് പോയിക്കോ, എനിക്കൊന്നും അറിയില്ല, ഞാൻ തന്നെ കുടുക്കിപ്പെട്ട് കിടക്കുക. ഇത് പറയുമെന്ന് ഖുർആനാണ്. ഇത് നോതി തീർക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നേതാവ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞാണ് പരലോകത്ത് നായകൻ പറയാൻ വരണ്ട കേട്ടോ. ഇത് ഖുർആൻ എന്ന് പറഞ്ഞു തന്ന കാര്യമാണ്. നേതാക്കന്മാര് നല്ലതുപോലെ കേട്ടോ, കാത് തുറന്ന് കേട്ടോ. ഈ അണികൾക്ക് സത്യം പറഞ്ഞു കൊടുക്കാതെ ഈ അണികളെ തിന്മകളിലേക്ക് തള്ളിവിടുന്നവരെ ഖുർആൻ പറയുന്നുണ്ട്, ഇവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി ശിക്ഷ നാളെ പരലോകത്ത് നിങ്ങൾക്കുണ്ട് കേട്ടോ. തൗബ ചെയ്ത് മടങ്ങിയില്ലെങ്കിൽ, ഈ സമുദായ നന്മയിലേക്ക് കൊണ്ടുപോയില്ലെങ്കിൽ വല്ലാഹി കുടുങ്ങും. ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا. ഈ നേതാവിനെ കണ്ടിട്ട് ഞങ്ങൾ കേക്ക് മുറിച്ചതല്ല, ഈ നേതാവിനെ കണ്ടിട്ട് ഞങ്ങൾ ആശംസ പറഞ്ഞതല്ല, ഈ നേതാവിനെ കണ്ടിട്ട് ഞങ്ങളുടെ മക്കളെ ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷം ധരിപ്പിച്ച് റോഡുകളിലൂടെ നടത്തിയതല്ല. ഇരട്ടി കൊടുക്ക് റബ്ബേ, ഇവന് എന്നെക്കാൾ ഇരട്ടി ശിക്ഷ ഇവർക്ക് കൊടുക്ക് റബ്ബേ എന്ന് പറയുന്ന ആളുകൾ എന്ന് ഖുർആൻ. ഇത് ഖുർആനാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു ന്യായീകരണം പറയാൻ ദുനിയാവിൽ നമുക്ക് അനുവാദമില്ല. അല്ലാഹു നിശ്ചയിച്ച ദീനിന്റെ പരിധിക്കുള്ളിൽ നിന്നോ അഡ്ജസ്റ്റ്മെന്റ് വേണ്ട. ഈ ദീനിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും വേണ്ട. ഇവിടെ ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എന്റെ ദീന്റെ അർത്ഥം എന്താ അറിയോ? ദീനിൽ ആഘോഷത്തിൽ കലർപ്പില്ല, ദീനിൽ വസ്ത്രധാരണത്തിൽ കലർപ്പില്ല, ദീനിൽ ആശയങ്ങളിൽ കലർപ്പില്ല, ദീനിൽ ആദർശത്തിൽ കലർപ്പില്ല, ദീനിൽ ഒരു കാര്യത്തിൽ കലർപ്പില്ല. ഇതാണ് ലക്കും ദീനുക്കും വലിയ ദീൻ. അല്ലെങ്കിൽ പിന്നെന്തിന് ബദർ, പിന്നെന്തിന് ഉഹദ്, പിന്നെന്തിന് ഖന്ദഖ്, പിന്നെന്തിന് ഖൈബർ? തങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മതിയായിരുന്നല്ലോ. അഡ്ജസ്റ്റ്മെന്റ് ഇല്ല ആദർശത്തിൽ. കൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ആരെങ്കിലും അങ്ങനത്തെ ആഘോഷങ്ങളിൽ അറിയാതെ പങ്കെടുത്തെങ്കിൽ തൗബ ചെയ്തോ. ഇത് ഈമാൻ നഷ്ടപ്പെടുന്ന കാര്യാട്ടോ, ചെറിയ കാര്യമില്ല. ഖുർആൻ പറയാ, വഖാലു തഖദർ റഹ്മാനു വലദ, അല്ലാഹു മക്കളുണ്ടെന്ന് പറയുന്നവൻ, ആശംസ പറയുന്നവനെ, ആകാശം മിണ്ടുകേറാൻ അടുത്തിരിക്കുന്നു. ആ വാക്കുകൊണ്ട്, ആ വാക്കിന്റെ കടുപ്പം കൊണ്ട്. അത്രമേൽ കടുപ്പമുള്ള തിന്മക്ക് ആശംസ പറഞ്ഞവൻ തൗബ ചെയ്യാതെ രക്ഷയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ രക്ഷയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ഹബീബിനോട് സ്നേഹമുണ്ടെങ്കിൽ ആ ഹബീബിനെ പിൻപറ്റണം. ഹബീബിനെ കൊല്ലാൻ ശ്രമിച്ചവർ, ഹബീബിന് വിഷം കൊടുക്കാൻ ശ്രമിച്ചവർ, സഹാബാക്കളെ ഉപദ്രവിച്ചവർ, ഇന്നും മുസ്ലിം സമുദായത്തിന്റെ കണ്ണീര് കാണാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള ആളുകളുടെ സംസ്കാരം പിൻപറ്റാൻ നാണമില്ലേ നമുക്ക്? ഇന്നും ഈ മുസ്ലിം സമുദായത്തിന്റെ കണ്ണുനീർ ലോകത്ത് പൊടിച്ചുകൊണ്ടിരിക്കുന്നവർ അവരെയാണോ ഇനിയും പിൻപറ്റേണ്ടത്? നമുക്കെന്തേ ബുദ്ധിയില്ലേ? നമ്മൾ ആലോചിച്ചു നോക്ക്. ഫാത്തിഹയുടെ വെറും വാക്കല്ല, ഇതൊരു തീരുമാനത്തിന്റെ വാക്കാണ്, ഇതൊരു നിലപാടിന്റെ വാക്കാണ്. വെറും ഒരു ചോദ്യമല്ല, ഉറച്ചു നിൽക്കാൻ ശ്രമിക്കേണ്ട ചോദ്യമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. കൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കണമെങ്കിൽ ആ സ്നേഹം ജീവിതം കൊണ്ട് തെളിയിക്കണം, നമ്മുടെ വസ്ത്രധാരണ കൊണ്ട് തെളിയിക്കണം, നമ്മുടെ കല്യാണം കൊണ്ട് തെളിയിക്കണം, നമ്മുടെ കുടിയിരിക്കൽ കൊണ്ട് തെളിയിക്കണം, മക്കളെ പരിപാലിക്കുന്നതിൽ തെളിയിക്കണം, മക്കളെ പഠിപ്പിക്കുന്നതിൽ തെളിയിക്കണം. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഹബീബിനാണ് എന്റെ റോൾ മോഡൽ എന്ന് പറയണം. ജീവിതം കൊണ്ട് തെളിയിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആത്മാർത്ഥമായി പിൻപറ്റാൻ. അള്ളാഹുവിന്റെ ഒറ്റ ആയത്ത് കൂടി പറഞ്ഞു നിർത്താൻ. അള്ളാഹ് പറയാൻ, നിങ്ങൾ പലതും ചെയ്തു കൂട്ടിയിട്ട് ജൂത നസ്രാക്കൾ നിങ്ങൾ തൃപ്തരാകുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വലൻ തർദ അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും. നീ ജൂതനാകാതെ, നീ നസ്രാണിയാകാതെ അവർക്ക് നിന്റെ വിഷയത്തിൽ തൃപ്തിയില്ല കേട്ടോ. അവരെ തൃപ്തിപ്പെടുത്താൻ എന്ത് കാട്ടിക്കൂട്ടിട്ട് കാര്യമില്ല. നമ്മുടെ അന്തസ് നശിക്കും, അള്ളാഹിന്റെ സഹായം പിൻവലിയും, അള്ളാഹു കാക്കട്ടെ ഉള്ള ഇസ്സത്തും കൂടി അള്ളാഹു പിൻവലിക്കും. അവിടെ നമ്മൾ ആ വിഷയത്തിൽ വളരെ ജാഗരൂകരായി നല്ല ശ്രദ്ധ ചെലുത്തണം. ന്യായീകരണങ്ങൾ പറഞ്ഞ ഒരാളുണ്ടാകും, ഖബറിൽ ആളുണ്ടാവില്ല, മഹ്ശറയിൽ ആളുണ്ടാവില്ല എന്ന് നമ്മൾ നല്ലതുപോലെ ഓർക്കണം. അള്ളാഹു നല്ല തൗഫീഖ് നൽകട്ടെ. വാഖ ദഅവാന അൽഹംദുലില്ലാഹ്.